വെൽക്കം ടു മെക്ഫിറ്റ്. ഇന്ന് നമുക്ക് നോക്കാനുള്ളത് ഫിഫ്ത്ത് മോഡ്യൂളിലെ ബാക്കിയുള്ള കുറച്ച് ടോപ്പിക്കാണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ടേപ്പറാണ്. ഇപ്പോൾ ഒരു ടേപ്പർ എന്താണെന്ന് നോക്കാം. ടേപ്പർ ഈസ് എ ഗ്രാജുവൽ ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ ദ ഡയമെൻഷൻ അലോങ് ഇറ്റ്സ് ലെങ്ത് ഓഫ് ദ ജോബ്. ഗ്രാജുവലി ഇൻക്രീസ് ചെയ്യുകയോ ഡിക്രീസ് ചെയ്യുകയോ ചെയ്യുന്നു ഡയമെൻഷനിൽ അലോങ് ദി ലെങ്ത് ഓഫ് ദി ജോബ്. ഓക്കെ, ഇതുപോലെ ഒന്നില്ലെങ്കിൽ ഡിക്രീസ് ചെയ്യുമായിരിക്കും അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യുകയായിരിക്കും ചെയ്യുന്നത്. അതിനാണ് ടേപ്പർ എന്ന് പറയുന്നത്. ഈ ടേപ്പർ എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ്, സെൽഫ് അലൈൻമെൻറ്റ് ഓർ ലൊക്കേഷൻ ഓഫ് കമ്പോണൻറ്റ് ഇൻ ആൻ അസംബ്ലി. ഇപ്പോൾ ഒരു കമ്പോണൻറ്റ് സെൽഫ് അലൈൻമെൻറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ ലൊക്കേറ്റ് ചെയ്യാനോ ഒരു അസംബ്ലിയിൽ നമ്മൾ ഈ ടേപ്പർ യൂസ് ചെയ്യും. പിന്നെ അസംബ്ലിങ് ആൻഡ് ഡിസ്മാൻഡ്ലിങ് പാർട്സ് ഈസിലി. ടേപ്പർ കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് അസംബിൾ ചെയ്യാനും ഡിസ്മാൻഡിൽ ചെയ്യാനും എളുപ്പമായിരിക്കും. ഇപ്പം ഡ്രിൽ ബിറ്റ്, അപ്പം അതിനൊരു ടേപ്പർ ഷാങ്ക് കൊടുത്തിരിക്കുന്നത് അത് പെട്ടെന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ആ സ്ലോട്ടിലോട്ട് പെട്ടെന്ന് കയറ്റിയിടാനും അതുപോലെ തന്നെ ഒരു ഡ്രിഫ്റ്റ് ഉപയോഗിച്ചിട്ട് അതിനെ ഡിസ്മാൻഡിൽ ചെയ്യാനുമായിട്ടാണ് ടേപ്പർ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ കീസ് നമ്മൾ യൂസ് ചെയ്യുന്നു. ജിബ് ഹെഡ് കീ, അവിടെ നമ്മൾ ഈസിലി ഡിസ്മാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ജിബ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ കാര്യം ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. പിന്നെ ട്രാൻസ്മിറ്റിംഗ് ഡ്രൈവ് ത്രൂ അസംബ്ലി. ഇപ്പോൾ കീസിൽ ഇത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ടേപ്പർ. അപ്പോൾ ഈ ടേപ്പർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഡ്രൈവ് ട്രാൻസ്മിറ്റ് ചെയ്യാനും വേണ്ടി ഇത് അസംബ്ലിയിൽ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ടേപ്പേഴ്സ് ഓഫ് വെറൈറ്റി ഓഫ് ആപ്ലിക്കേഷൻസ് ഇൻ എഞ്ചിനീയറിംഗ് അസംബ്ലി വർക്ക്. അപ്പോൾ അതിൻ്റെയാണ് ആ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ലെയ്ത്ത് സ്പിൻഡിലിൽ ആ ടേപ്പർ കൊടുത്തിരിക്കുന്നതാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, നോസ് സ്പിൻഡിലുള്ള ടേപ്പറാണ്. അത് എക്സ്റ്റേണലിന് ജേർണർ ടേപ്പറും ഇൻറ്റേർണലിന് മോഴ്സ് ടേപ്പറുമാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇത് പഴയ ടെക്സ്റ്റിലുള്ളതാണ് ഈ ജേർണോ എന്നുള്ളത്. NSQ ഓഫ് ലെവൽ 5 നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ ജേർണോയുടെ കാര്യം ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. PSC പോയിന്റ് ഓഫ് വ്യൂവിൽ ലെയ്ത്ത് സ്പിൻഡിൽ നോസ് എന്ന് മാത്രം ചോദിക്കുവാണെങ്കിൽ മോഴ്സ് ടേപ്പർ ആയിരിക്കും ആൻസർ. അപ്പോൾ ആ കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. നെക്സ്റ്റ്, ടേപ്പേഴ്സ് കമ്പൗണ്ട്സ് ആർ എക്സ്പ്രസ്ഡ് ഇൻ 2 ways. രണ്ട് രീതിയിൽ നമുക്ക് ടേപ്പേഴ്സ് എക്സ്പ്രസ് ചെയ്യാം. ഒന്ന് ഡിഗ്രി ഓഫ് ആർക്ക്. ഇപ്പോൾ ഡിഗ്രിയിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ 20 ഡിഗ്രി അല്ലെ 1 ഡിഗ്രി ആ രീതിയിൽ. പിന്നെ ഗ്രേഡിയൻ്റ് ആയിട്ട് 7/24. ഓക്കെ, ആ രീതിയിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന മില്ലിംഗ് മെഷീനിൽ സ്പിൻഡിലിൽ ടേപ്പർ യൂസ് ചെയ്തിരിക്കുന്നതാണ്. ഈ തേർഡ് വൺ എന്ന് പറയുന്നത് ഡ്രില്ലിംഗ് മെഷീൻ്റെയാണ്. ഓക്കെ, അതിൻ്റെ ഡ്രിൽ ബിറ്റിൽ ഇതേപോലെ ടേപ്പർ കൊടുത്തിട്ടുണ്ട് ഷാങ്കിന്. ഓക്കെ, ഇത് ടാങ്കാണ്. ടാങ്ക് ഈ സ്ലോട്ടിലോട്ട് കയറ്റിയിടുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ആ എക്സ്പ്രസ് ചെയ്തിരിക്കുന്ന ഡിഗ്രിയിലുള്ളത് കാണിച്ചിരിക്കുന്ന ഫിഗറാണ്. ഇതെന്ന് പറയുന്നത് ഇൻക്ലൂഡഡ് ആംഗിൾ, ടോട്ടൽ ഇൻക്ലൂഡഡ് ആംഗിൾ തീറ്റയായിട്ട് കൊടുത്തിരിക്കുന്നു. ഇത് ഹാഫ് ഇൻക്ലൂഡഡ് ആംഗിൾ θ/2 ആയിട്ട് കാണിച്ചിരിക്കുന്നു. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ കാര്യം ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചേക്കുക. നമുക്ക് ആംഗുലാർ മെഷർമെൻ്റ് ഉള്ളതാണ്. അപ്പോൾ അതിൽ നിന്ന് ഈ രീതിയിൽ ക്വസ്റ്റ്യൻ വരാം. 1 മിനിറ്റ് 60 സെക്കൻഡ്, 60 മിനിറ്റ് എത്ര ഡിഗ്രി ആണെന്നുള്ള രീതിയിൽ ചോദിക്കാം. ഓക്കെ, 1 ഡിഗ്രി ഓഫ് ആർക്ക്. അപ്പോൾ ആ കാര്യം ആംഗുലാർ മെഷർമെൻറ്റ് ജസ്റ്റ് അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഗ്രേഡിയൻറ്റിൽ എക്സ്പ്രസ് ചെയ്തിരിക്കുന്നതാണ് കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ടേപ്പറിന് 2 ഡയമീറ്റർ കാണും. അതായത് ഒരു വലിയ ഡയമീറ്റർ കാണും, ഒരു ചെറിയ ഡയമീറ്റർ കാണും. ഓക്കെ, ഇങ്ങനെയായിരിക്കും നമ്മൾ ടേപ്പർ ചെയ്തെടുക്കുന്നത്. ഇത് അതിൻ്റെ ടോട്ടൽ ലെങ്ത് ആണ്. അതിനെ ഈ 7/24 എന്ന് പറയുന്നത് D1 മൈനസ് D2 ആണ്. ഓക്കെ, ഈ വലിയ ഡയമീറ്ററിൽ നിന്ന് ചെറിയ ഡയമീറ്റർ കുറച്ച അളവാണ് ഈ 7 എന്ന് പറയുന്നത്. ഈ ലെങ്ത് ആണ് ഈ 24 ആയിട്ട് എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഗ്രേഡിയൻ്റ് ആയിട്ട് എക്സ്പ്രസ് ചെയ്തിരിക്കുന്ന ഈ 7/24 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രേഡിയൻ്റ് ആണെന്ന് ഓർക്കുക. ഓക്കെ, നെക്സ്റ്റ്, ദ മെത്തേഡ് അഡോപ്റ്റഡ് ഫോർ എക്സ്പ്രസിങ് ടേപ്പേഴ്സ് ഡിപ്പെൻഡ്സ് ഓൺ. ഇപ്പം ഏത് മെത്തേഡിലാണ് നമ്മൾ ടേപ്പറിനെ എക്സ്പ്രസ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ ആ ടേപ്പറിൻ്റെ സ്റ്റീപ്നെസ്സിനെ ഉദ്ദേശിച്ചായിരിക്കാം, അല്ലെങ്കിൽ മെത്തേഡ് അഡോപ്റ്റഡ് ഫോർ മെഷറിങ്, ഏത് മെത്തേഡാണ് നമ്മൾ മെഷർമെൻറ്റിന് വേണ്ടി എടുത്തിരിക്കുന്നതെന്ന് അനുസരിച്ചിരിക്കാം. അപ്പോൾ ടേപ്പർ എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത് ഒന്ന് സ്റ്റീപ്നെസ് ഓഫ് ദ ടേപ്പറും മറ്റേത് മെഷറിങ് ഏത് മെത്തേഡാണെന്നുള്ള രീതിയിലുമായിരിക്കും. പിന്നെ സ്പെസിഫിക്കേഷനാണ്. ഒരു ടേപ്പറിൻ്റെ സ്പെസിഫിക്കേഷൻ വരുന്നത് അതിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ആയിരിക്കുന്നത് നോക്കാം. ഇപ്പോൾ നമ്മളൊരു എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിൽ ടേപ്പർ എക്സ്പ്രസ് ചെയ്യുന്നത് ഒന്ന് ആംഗിൾ ഓഫ് ദ ടേപ്പർ, പിന്നെ ആ കമ്പോണൻറ്റിൻ്റെ സൈസ് അനുസരിച്ചുമായിരിക്കും. ഇപ്പോൾ ഫസ്റ്റ് ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് ഇപ്പോൾ നേരത്തെ പോലെ അതിൻ്റെ ലെങ്ത്, ആ കമ്പോണൻറ്റിൻ്റെ ലെങ്ത് കാണിച്ചിട്ടുണ്ട്, പിന്നെ അതിൻ്റെ 2 ഡയമീറ്റർ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ്
നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് ലെങ്തും ഡയമീറ്ററും മാത്രമാണ്. അപ്പോൾ ഇവിടെ എക്സ്പ്രസ് ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത് YMM ഓക്കെ പെർ XMM ഓൺ ഡയമീറ്റർ. അതായത് ഇത്ര ലെങ്ത് ആകാൻ നേരത്ത് ഡയമീറ്ററിൽ ഇത്ര കുറവ് വരും. അതിനെയാണ് ഈ YMM പെർ XMM ഡയമീറ്റർ എന്ന് കാണിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇത് ഫുൾ ജോബാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇവിടെ മാത്രമാണ് നമുക്ക് ടേപ്പർ വരുന്നത്. ഓക്കെ, ആ ടേപ്പർ എക്സ്പ്രസ് ചെയ്യുന്നത് ടേപ്പർ ഇൻ 1x ഓൺ ഡയമീറ്റർ എന്ന് കാണിച്ചിരിക്കുന്നത്. അതായത് 1/20, 1/40 ആ രീതിയിൽ എക്സ്പ്രസ് ചെയ്യത്തില്ലേ, ആ രീതിയിലും നമുക്ക് എക്സ്പ്രസ് ചെയ്യാമെന്നാണ് ആ കാണിച്ചിരിക്കുന്നത്. അതായത് 20 ഡയമീറ്റർ ഓക്കെ, അത് 1 കുറയും ആ രീതിയിൽ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇൻക്ലൂഡഡ് ആംഗിൾ വെച്ചിട്ട്, ആദ്യം പറഞ്ഞ ഇൻക്ലൂഡഡ് ആംഗിൾ വെച്ചിട്ടും നമുക്ക് ഡ്രോയിങ്ങിൽ എക്സ്പ്രസ് ചെയ്യാം, സ്പെസിഫൈ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് സ്റ്റാൻഡേർഡ് ടേപ്പേഴ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ്. ടേപ്പേഴ്സ് ഫോർ ടൂൾ ഹോൾഡിംഗ് 2 ടൈപ്പ് ടേപ്പേഴ്സ് ആണുള്ളത്. സെൽഫ് ഹോൾഡിംഗ് ടേപ്പേഴ്സും ഉണ്ട്, സെൽഫ് റിലീസിങ് ടേപ്പേഴ്സും ഉണ്ട്. ഈ സെൽഫ് ഹോൾഡിംഗ് ടേപ്പേഴ്സിന് ലെസ് ടേപ്പർ ആംഗിൾ ആയിരിക്കും. ഓക്കെ, ഈ പോയിന്റ് നോട്ട് ചെയ്യുക, ലെസ് ടേപ്പർ ആംഗിൾ. ദീസ് ആർ യൂസ്ഡ് ഫോർ ഹോൾഡിംഗ് ആൻഡ് ഡ്രൈവിംഗ് കട്ടിംഗ് ടൂൾസ് ലൈക്ക് ഡ്രിൽസ്, റീമേഴ്സ് എക്സെട്ര വിത്തൗട്ട് എനി ലോക്കിംഗ് ഡിവൈസ്. ലോക്കിംഗ് ഡിവൈസ് ഒന്നും കൂടാതെ തന്നെ ഡ്രില്ല്, റീമർ അതുപോലെയുള്ള കട്ടിംഗ് ടൂൾസിനെയൊക്കെ ഹോൾഡ് ചെയ്യാനും ഡ്രൈവ് ചെയ്യാനും വേണ്ടിയിട്ടാണ് സെൽഫ് ഹോൾഡിംഗ് ടേപ്പേഴ്സ് യൂസ് ചെയ്യുന്നത്, വിത്തൗട്ട് എനി ലോക്കിംഗ് ഡിവൈസ്. അതുകൊണ്ടാണ് അതിനെ സെൽഫ് ഹോൾഡിംഗ്, തന്നെത്താനെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഡിവൈസ് ടേപ്പർ എന്ന് പറയുന്നത്. ഓക്കെ, സെൽഫ് ഹോൾഡിംഗ് ടേപ്പേഴ്സ് ഡ്രിൽസ്, റീമേഴ്സിലൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ലോക്കിംഗ് ഡിവൈസ് അവിടെ യൂസ് ചെയ്യുന്നില്ല. ലെസ് ടേപ്പർ ആംഗിളാണ് സെൽഫ് ഹോൾഡിംഗ് ടേപ്പേഴ്സിൽ. ഓക്കെ, അതിൻ്റെ ഫിഗറാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഒരു ഡ്രിൽ ബിറ്റ് ആ ടേപ്പർ ഷാങ്ക് ഇതിലേക്ക് ഇൻസെർട്ട് ചെയ്യുന്നു. ഓക്കെ, ഈ സ്ലോട്ട് എന്ന് പറയുന്നത് ഇവിടം വരെ ആയിരിക്കും നമ്മുടെ ടാങ്ക് റീച്ച് ചെയ്യുന്നത്. നമ്മൾ ഇവിടെ ആയിരിക്കും ഡ്രിഫ്റ്റ് ഉപയോഗിച്ചിട്ട് അതിനെ റിമൂവ് ചെയ്യുന്നത്. നെക്സ്റ്റ് വേണമെന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ടേപ്പേഴ്സ് യൂസ്ഡ് ഫോർ ദിസ് ആർ. ഇപ്പോൾ ഈ സെൽഫ് ഹോൾഡിംഗ് ടേപ്പറിൻ്റെ കാര്യം പറഞ്ഞു, അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ടേപ്പേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. 1 മെട്രിക് ടേപ്പർ, 2 മോഴ്സ് ടേപ്പർ. മെട്രിക് ടേപ്പർ എന്ന് പറയുന്നത് ടേപ്പർ ഓൺ ഡയമീറ്റർ ഈസ് 1/20. ഓക്കെ, ഇവിടുത്തെ ഡയമീറ്ററിൻ്റെ ടേപ്പർ പറഞ്ഞിരിക്കുന്നത് 1/20 ആണ്. ഓക്കെ, കോമൺലി യൂസ്ഡ് ഷാങ്ക് സൈസസ് ഇൻ മെട്രിക് ടേപ്പേഴ്സ് ആർ. ഇപ്പോൾ ആ ഡ്രിൽ ബിറ്റിൻ്റെ ഷാങ്ക് സൈസ് പറഞ്ഞിരിക്കുന്നത് മെട്രിക് ടേപ്പേഴ്സിൽ 4, 6, 80, 100, 120, 160 ആൻഡ് 200 ആണ്. ഷാങ്ക് സൈസ് ഇൻഡിക്കേറ്റിംഗ് ദ മെട്രിക് ടേപ്പർ ഈസ് ദ ഡയമീറ്റർ അറ്റ് D. അപ്പോൾ ഈ ഷാങ്ക് സൈസ് എന്ന് പറയുന്നത് ആ മെട്രിക് ടേപ്പറിൻ്റെ ഡയമീറ്റർ ഡിയിലുള്ളതാണ് കാണിച്ചിരിക്കുന്നത്. അതായത് ഈ കാണിച്ചിരിക്കുന്ന ഈ കാണിച്ചിരിക്കുന്ന ഡയമീറ്ററിലാണ് കാണിച്ചിരിക്കുന്നത് ഷാങ്ക് സൈസ് എന്ന് പറയുന്നത്. അതിനുശേഷം അതിന് ടേപ്പർ ഉണ്ടാവുകയാണ്. ഇങ്ങോട്ട് ടേപ്പറാണ്, ആ ടേപ്പറാണ് 1/20 ആയിട്ട് പറയുന്നത്. അതായത് 20 mm മാറാൻ നേരത്ത് 1 mm കുറയും. ഓക്കെ, ആ രീതിയിലാണ് ടേപ്പർ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് മോഴ്സ് ടേപ്പറാണ്. മോഴ്സ് ടേപ്പർ എന്ന് പറയുന്നത് കോമൺലി യൂസ്ഡ് ടേപ്പർ ഷാങ്ക് സൈസസ് ആർ. അപ്പോൾ അവിടെ ടേപ്പർ ഷാങ്ക് സൈസ് എന്ന് പറയുന്നത് 0 മുതൽ 6 വരെയാണ്. ടേപ്പർ ഈസ് വേരിയിങ് അക്കോർഡിംഗ് ടു സൈസ് ഓഫ് ദ മോഴ്സ് ടേപ്പർ. ഈ ടേപ്പർ എന്ന് പറയുന്നത് ഇവിടെ യൂസ് ചെയ്യുന്നത് 0 to 6 വരെയാണ്. ബട്ട് മോഴ്സ് ടേപ്പറിൻ്റെ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് 0 to 7 ആണ്. അതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം. ഓക്കെ, നെക്സ്റ്റ് സൈസ് ഓഫ് ദ മോഴ്സ് ടേപ്പർ. ഇറ്റ് വേരീസ് ഫ്രം 1:19.002 to 1:20.047. ഈ 2 വാല്യൂയും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഇത് 0 to 7 ആണ്. കോമൺലി യൂസ് ചെയ്യുന്നത് 0 to 6 വരെയാണെന്നും കൂടെ കാര്യം ഓർത്ത് വെച്ചേക്കുക. മോഴ്സ് ടേപ്പർ ഉള്ളത് 0 to 7 ആണ്. 8 നമ്പേഴ്സാണ് മോഴ്സ് ടേപ്പറിനുള്ളത്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് സെൽഫ് റിലീസിങ് ടേപ്പറാണ്. ഓക്കെ, നമ്മൾ ആദ്യമേ ഗ്രേഡിയൻറ്റിൻ്റെ കാര്യം പഠിച്ചായിരുന്നു. അപ്പോൾ അവിടെ പറഞ്ഞ 7/24 എക്സ്റ്റേണൽ ടേപ്പർ. അപ്പോൾ അതിൻ്റെ IS കോഡ് എന്ന് പറയുന്നത് 2340 ആണ്. അപ്പോൾ അതും കൂടെ നോട്ട് ചെയ്തേക്കുക. സെൽഫ് റിലീസിങ് ടേപ്പറിൻ്റെ IS കോഡ് 2340 ആണ്. അപ്പോൾ ഇതെവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത് നോക്കാം. സെൽഫ് റിലീസിങ് സ്പിൻഡിൽ നോസസ് ആൻഡ് ആർബേഴ്സ് യൂസ്ഡ് ഓൺ മില്ലിംഗ് മെഷീൻസ് ആർ യൂഷ്വലി പ്രൊവൈഡഡ് വിത്ത് സെൽഫ് റിലീസിങ് ടേപ്പർ.
അപ്പോൾ മില്ലിംഗ് മെഷീൻസിലും സ്പിൻഡിൽ നോസസും ആ മില്ലിംഗ് മെഷീനിൽ തന്നെ ആർബറിൽ കൊടുത്തിരിക്കുന്നത് ഈ സെൽഫ് റിലീസിങ് ടേപ്പറാണ്. ദ സ്റ്റാൻഡേർഡ് സെൽഫ് റിലീസിങ് ടേപ്പർ ഇസ് 7/24 ആണ്. ഇതെന്ന് പറയുന്നത് സ്റ്റീപ്പായിട്ടുള്ള ടേപ്പറാണ്. ഇത് ഹെൽപ്സ് ഇൻ കറക്റ്റ് ലൊക്കേഷൻ ആൻഡ് റിലീസ് ഓഫ് ദ കമ്പോണൻസ് ഇൻ ദ അസംബ്ലി. അപ്പോൾ ആ കമ്പോണൻറ്റിനെ ഈസി ആയിട്ട് റിലീസ് ചെയ്യാനും ഈ സ്റ്റീപ്പ് ടേപ്പർ അല്ലെങ്കിൽ സെൽഫ് റിലീസിങ് ടേപ്പർ സഹായിക്കും. ദിസ് ടേപ്പർ ഡസ് നോട്ട് ഡ്രൈവ് ദ മേറ്റിംഗ് കമ്പോണൻറ്റ് ഇൻ ദ അസംബ്ലി. ഇപ്പോൾ നേരത്തെ എന്ന് പറയുന്നത് അത് ഡ്രൈവ് ചെയ്യുമായിരുന്നു. ഓക്കെ, അത് സെൽഫ് ഹോൾഡിംഗ് ആയതുകൊണ്ട് തന്നെ ക്വിക്കലി അതിൽ അറ്റാച്ച് ആകും, ഡ്രൈവിംഗ് മെക്കാനിസവും ആയിട്ട് പെട്ടെന്ന് കോപ്പറേറ്റ് ചെയ്യുമായിരുന്നു. പക്ഷേ ഇതിൻ്റെ അകത്ത് അങ്ങനെയല്ല. ടേപ്പർ ഡസ് നോട്ട് ഡ്രൈവ് ദ മേറ്റിംഗ് കമ്പോണൻറ്റ് ഇൻ ദ അസംബ്ലി. ഫോർ ദ പർപ്പസ് ഓഫ് ഡ്രൈവിംഗ് അഡീഷണൽ ഫീച്ചേഴ്സ് ആർ പ്രൊവൈഡഡ്. ഇതിനായിട്ട് അഡീഷണൽ ഫീച്ചേഴ്സ് കൊടുക്കും. ഇപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്ന ടേപ്പർ സൈസസ് എന്ന് പറയുന്നത് 7/24 സൈസസിന് 30, 40, 45, 50 ആൻഡ് 60 ആണുള്ളത്. അപ്പോൾ ആ വാല്യൂസും കൂടെ ജസ്റ്റ് നോട്ട് ചെയ്തേക്കുക. പിന്നെ ടേപ്പർ ഓഫ് എ 7/24 ടേപ്പർ ഓഫ് നമ്പർ 30 വിൽ ഹാവ് എ മാക്സിമം ഡയമീറ്റർ എന്ന് പറയുന്നത് 31.75 mm ആണ്. പിന്നെ 60ക്ക് വരുന്നത് 107.950 mm ആണ്. അപ്പോൾ ഈ രണ്ട് വാല്യൂം നോട്ട് ചെയ്യുക. ഇതിനിടക്കായിരിക്കും ബാക്കി പറഞ്ഞിട്ടുള്ള 40, 45, 50ൻ്റെയൊക്കെ സൈസസ് വരുന്നത്, റേഞ്ച് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ടേപ്പേഴ്സ് യൂസ്ഡ് ഇൻ അതർ അസംബ്ലി വർക്ക്. പിന്നെ ടേപ്പർ എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നുള്ളതാണ്. പിൻ ടേപ്പറായിട്ട് യൂസ് ചെയ്യും, കീ ആൻഡ് കീ വേ ടേപ്പറായിട്ട് യൂസ് ചെയ്യും. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് പിൻ ടേപ്പറാണ്. ദിസ് ഈസ് എ ടേപ്പർ യൂസ്ഡ് ഫോർ ടേപ്പർ പിൻസ് യൂസ്ഡ് ഇൻ അസംബ്ലി. അപ്പോൾ ടേപ്പർ പിന്ന് അസംബ്ലിയിൽ യൂസ് ചെയ്യുന്ന അവിടെയാണ് ഈ ടേപ്പർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അത് സാധാരണയായിട്ട് കൊടുക്കുന്നത് 1/50 ആണ്. ഓക്കെ, അപ്പോൾ ഈ വാല്യൂ ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്യുക. പിന്നിൽ നിന്ന് എന്തെങ്കിലും ചോദിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ ഈ വാല്യൂ ആയിരിക്കും. ഓക്കെ, ടേപ്പർ പിൻ എന്ന് പറയുന്നത് ടേപ്പർ 1/50 ആണെന്ന് ഓർക്കുക. ഡയമീറ്റർ ഓഫ് ടേപ്പർ പിൻ ഈസ് സ്പെസിഫൈഡ് ബൈ ദ സ്മോൾ ഡയമീറ്റർ. അപ്പോൾ ഈ ടേപ്പർ പിന്നിൻ്റെ ഡയമീറ്റർസ് എന്ന് പറയുന്നത് സ്മോൾ ഡയമീറ്റർ ആയിരിക്കും സ്പെസിഫിക്കേഷന് വേണ്ടി പറയുന്നത്. ടേപ്പർ പിൻസ് ഹെൽപ്സ് ഇൻ അസംബ്ലിംഗ് ആൻഡ് ഡിസ്മാൻഡ്ലിംഗ് ഓഫ് കമ്പോണൻസ് വിത്തൗട്ട് ഡിസ്റ്റർബിംഗ് ദ ലൊക്കേഷൻ. അപ്പോൾ ഇത് അസംബ്ലിംഗും ഡിസ്മാൻഡ്ലിങ്ങും ആ ലൊക്കേഷൻ വിത്തൗട്ട് ഡിസ്റ്റർബിംഗ് ദ ലൊക്കേഷൻ, ആ കമ്പോണൻറ്റ് ഡിസ്റ്റർബ് ചെയ്യാതെ ആയിരിക്കും പോകുന്നത്. പിന്നെ കീ ആൻഡ് കീ വേ ടേപ്പേഴ്സ് ഉണ്ട്. അത് ഓൾറെഡി നമ്മൾ പഠിച്ചാണ്. 1/100 ആണെന്നുള്ള കാര്യം കൂടെ നോട്ട് ചെയ്ത് വെച്ചേക്കുക. നെക്സ്റ്റ് നോക്കാനുള്ളത് സിലിണ്ടറിക്കൽ ആൻഡ് ടേപ്പർ പിൻസ് എന്ന് പറഞ്ഞ ഏരിയ ആണ്. ഇപ്പോൾ സിലിണ്ടറിക്കൽ ആൻഡ് ടേപ്പർ പിൻസ് ഇപ്പോൾ ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഹോൾ പൊസിഷൻ ലൊക്കേറ്റ് ചെയ്യുക ഫോർ അസംബ്ലീസ് വെനെവർ ദേ ആർ ഡിസ്മാൻഡിൽഡ് ആൻഡ് അസംബിൾഡ്. ഇപ്പം ജിഗ് ആൻഡ് ഫിക്സ്റ്റേഴ്സ്, അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്കിത് അസംബിൾ ചെയ്യണം, ഡിസ്മാൻഡിൽ ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിന്ന് വെച്ച് ഇതിനെ ലൊക്കേറ്റ് ചെയ്യും, അതിൻ്റെ പോയിന്റ്. ഓക്കെ, അതിന് ശേഷമായിരിക്കും ഇതവിടെ സ്ക്രൂ ചെയ്ത് ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ ജിഗ് ആൻഡ് ഫിക്സ്റ്റേഴ്സ്, കവർ പ്ലേറ്റ്, മെഷീൻ ടൂൾ അസംബ്ലി, എക്സെട്ര. ഉദാഹരണമായിട്ട് ഇപ്പോൾ 2 പ്ലേറ്റ് ഇങ്ങനെ ഉണ്ട്. നമുക്ക് ഇവിടെ പ്രോപ്പറായിട്ട് കറക്റ്റായിട്ട് ബോൾട്ട് ചെയ്യണം. അതിന് മുന്നേ ആയിട്ട് നമ്മൾ 2 പിന്നിട്ട് അത് അലൈൻ ചെയ്യിക്കും. ഓക്കെ, അപ്പോൾ ആ ഹോൾ പൊസിഷൻ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് അസംബ്ലിംഗ് കമ്പോണൻസ്. നെക്സ്റ്റ് ഈ സിലിണ്ടറിക്കൽ ആൻഡ് ടേപ്പർ പിൻസ് യൂസ് ചെയ്യുന്ന അസംബ്ലിംഗ് കമ്പോണൻസ്. ഉദാഹരണമായിട്ട് വീൽസ്, ഗിയേഴ്സ്, ലിവേഴ്സ്, ക്രാങ്ക്, എക്സെട്ര ടു ഷാഫ്റ്റ്. അപ്പോൾ ഇത് ഈ വീൽസും ഗിയേഴ്സും ലിവേഴ്സും ക്രാങ്കും എല്ലാം ഈ ഷാഫ്റ്റിലേക്ക് അസംബിൾ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ പിൻസ് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഒരു ലിവറിലേക്ക് ഈ ഷാഫ്റ്റ്, ഓക്കെ, ഇതിങ്ങനെ കണക്ട് ചെയ്യണം. അതിനുവേണ്ടി ഇവിടെ ഒരു സ്പ്രിംഗ് ടേപ്പർ പിന്നാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സിലിണ്ടറിക്കൽ പിൻസ് ആർ അവൈലബിൾ വിത്ത് ഡിഫറെൻറ്റ് ടൈപ്സ്. അപ്പോൾ സിലിണ്ടറിക്കൽ പിൻസ് ഡിഫറെൻറ്റ് ടൈപ്സിൽ അവൈലബിൾ ആണ്. ആ ടൈപ്സ് ഒന്ന് അതിൻ്റെ എൻഡ് അനുസരിച്ചായിരിക്കും, പിന്നെ ടോളറൻസ്, സർഫസ് ക്വാളിറ്റി അനുസരിച്ചായിരിക്കും. സിലിണ്ടറിക്കൽ പിൻസ് ആർ ഓൾസോ അവൈലബിൾ ഇൻ അൺഹാർഡൻഡ് ആൻഡ് ഹാർഡൻഡ് കണ്ടീഷനിലും അവൈലബിൾ ആണ്. ഈ അൺഹാർഡൻഡ് സിലിണ്ടറിക്കൽ പിൻസ് ആണ് 3 ടൈപ്പായിട്ടുള്ളത്. ഓക്കെ, അതിൻ്റെ ഫിഗറാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഒന്ന് ചാംഫർ ആൻഡ് റൗണ്ടഡ് എൻഡ്. ചാംഫറും ചെയ്തിട്ടുണ്ട്, റൗണ്ടഡ് എൻഡും ആണ് അതിൻ്റെ. ഓക്കെ, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ചാംഫേർഡ് ആൻഡ് റൗണ്ടഡ് എൻഡ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ചാംഫേർഡ് എൻഡ് ആണ്, 2 എൻഡും ചാംഫേർഡ് ആണ്. ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് സ്ക്വയർ എൻഡ്. പിന്നെ ഇത് എവിടെയാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനറൽ അസംബ്ലി വർക്കിനായിട്ടാണ് ഈ പിൻസ് യൂസ് ചെയ്യുന്നത്. ഹാർഡൻഡ് സിലിണ്ടറിക്കൽ പിൻസ് ആർ മെയ്ഡ് ഓഫ്, ഹാർഡൻഡ് സിലിണ്ടറിക്കൽ പിൻസ് ഉണ്ട്, അത് ഹൈ ഗ്രേഡ് സ്റ്റീൽ വെച്ചിട്ടാണ് മെയ്ഡ് ചെയ്തിരിക്കുന്നത്, ഫിനിഷ് ചെയ്തിരിക്കുന്നത് ഗ്രൈൻഡിങ് വേണ്ടിയിട്ടാണ്. ദീസ് പിൻസ് ക്യാൻ വിത്ത്സ്റ്റാൻഡ് ഹയർ ഷിയറിംഗ് ഫോഴ്സ്. അപ്പോൾ ഇതിനെന്ന് പറയുന്നത് ഹയർ ഷിയറിംഗ് ഫോഴ്സ് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും.
ദീസ് പിൻസ് ആർ യൂസ്ഡ് ഇൻ പ്രിസിഷൻ അസംബ്ലീസ് ലൈക്ക് അപ്പോൾ ജിഗ് ആൻഡ് ഫിക്സ്റ്റേഴ്സിലും അതർ ടൂൾ മേക്കിംഗ് വർക്ക്സിലുമാണ് ഈ ഹാർഡൻഡ് സിലിണ്ടറിക്കൽ പിൻസ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് ഓർക്കണം. അപ്പോൾ അതിൻ്റെ സർഫസ് ഫിനിഷ് കാണിക്കുന്നതാണ് ഈ N5 എന്നും പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇൻ ടൂൾ അസംബ്ലീസ് പാർട്സ് വിൽ ബി ഫിക്സ്ഡ് ബൈ സ്ക്രൂസ് ഓർ ബോൾട്ട് ആൻഡ് ആർ ലൊക്കേറ്റഡ് ബൈ യൂസിങ് സിലിണ്ടറിക്കൽ പിൻസ്. ഇപ്പോൾ നമുക്ക് ഒരു അസംബ്ലി ചെയ്യണം, 2 പാർട്സിനെ അസംബിൾ ചെയ്യണം. അതിന് ആദ്യമേ നമ്മൾ ഈ പിൻസ് വെച്ച് ലൊക്കേറ്റ് ചെയ്യും. അതിനുശേഷമായിരിക്കും ഈ സ്ക്രൂസ് അല്ലെങ്കിൽ ബോൾട്ട് വെച്ച് അതിനെ ടൈറ്റൻ ചെയ്യുന്നത്. ഹാർഡൻഡ് ആൻഡ് സിലിണ്ടറിക്കൽ പിൻസ് ആർ അവൈലബിൾ വിത്ത് ഡയമെൻഷണൽ ടോളറൻസ് M6. അപ്പോൾ ഇതിൻ്റെ ഡയമെൻഷണൽ ടോളറൻസ് M6 ആണ് ഹാർഡൻഡ് സിലിണ്ടറിക്കൽ പിൻസിൻ്റെ. അൺഹാർഡൻഡ് ആൻഡ് ഹാർഡൻഡ് സിലിണ്ടറിക്കൽ പിൻസ് ആർ മെയ്ഡ് ടു ഫിറ്റ് ഇൻ ദ ഹോൾസ് ഫിനിഷ്ഡ് ബൈ സ്റ്റാൻഡേർഡ് റീമേഴ്സ്. അപ്പോൾ ഈ സ്റ്റാൻഡേർഡ് റീമേഴ്സ് വെച്ച് ഫിനിഷ് ചെയ്ത ഹോൾസിലായിരിക്കും നമ്മൾ ഈ സിലിണ്ടറിക്കൽ പിൻസിനെ ഫിക്സ് ചെയ്യുന്നത്. സിലിണ്ടറിക്കൽ പിൻസ് ആർ ഡെസിഗ്നേറ്റഡ് ബൈ ദ നെയിം. അപ്പോൾ അതിൻ്റെ നെയിം വെച്ചിട്ട് ഡെസിഗ്നേറ്റ് ചെയ്യും. നോമിനൽ ഡയമീറ്റർ, പിന്നെ ആ ഡയമീറ്ററിന് കൊടുത്തിരിക്കുന്ന ടോളറൻസ്, നോമിനൽ ലെങ്ത് ആൻഡ് ദ നമ്പർ ഓഫ് BIS സ്റ്റാൻഡേർഡ്. അപ്പോൾ അതിന് എക്സാമ്പിളായിട്ട് ഇപ്പോൾ ഒരു സിലിണ്ടറിക്കൽ പിന്നുണ്ട്, അതിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 10 mm ആണ്, ടോളറൻസ് എന്ന് പറയുന്നത് H8 ആണ്, നോമിനൽ ലെങ്ത് എന്ന് പറയുന്നത് 20 mm ആണ്. അപ്പോൾ ആദ്യമേ അതിന് സിലിണ്ടറിക്കൽ പിന്നെന്ന് എഴുതും. അതിനുശേഷം ഈ 10 എന്ന് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ഡയമീറ്റർ ആണ്, പിന്നെ H8 എന്ന് കൊടുക്കും. ഓക്കെ, അതതിൻ്റെ ടോളറൻസ് ആണ്. പിന്നെ 20 എന്ന് കൊടുത്തിട്ടുണ്ട്, അതതിൻ്റെ ലെങ്ത് ആണ്. പിന്നെ IS കോഡാണ് ഈ കൊടുത്തിരിക്കുന്നത് 2393. പിന്നെ ഈ IS നമ്പർ എന്ന് പറഞ്ഞിരിക്കുന്നത്, ഇവിടെ കൊടുത്തിരിക്കുന്ന IS നമ്പർ എന്ന് പറയുന്നത് അൺഹാർഡൻഡ് സിലിണ്ടറിക്കൽ പിൻസിൻ്റെ ആണ്. സിലിണ്ടറിക്കൽ പിൻസിന് ഡബൽ പിൻ എന്നും പറയും. അപ്പോൾ ഈ സിലിണ്ടറിക്കൽ പിൻസിന് പറയുന്ന മറ്റൊരു പേര് ഡബൽ പിൻ ആണെന്നും കൂടെ നോട്ട് ചെയ്ത് വെച്ചേക്കുക. നെക്സ്റ്റ് ഉണ്ടെന്ന് പറയുന്നത് ടേപ്പർ പിന്നാണ്. ഓക്കെ, ടേപ്പർ പിൻസ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ആർ യൂസ്ഡ് ഇൻ അസംബ്ലി വർക്ക്. അപ്പോൾ ഈ ടേപ്പർ പിൻസ് ഡിഫറെൻറ്റ് ടൈപ്സ് അസംബ്ലി വർക്കിനായിട്ട് യൂസ് ചെയ്യാറുണ്ട്. ടേപ്പർ പിൻസ് അലോ ഫോർ ഫ്രീക്വൻറ്റ് ഡിസ്മാൻഡ്ലിംഗ് ആൻഡ് അസംബ്ലിംഗ് ഓഫ് കമ്പോണൻസ് വിത്തൗട്ട് ഡിസ്റ്റർബിംഗ് ദ പ്രിസൈസ് നേച്ചർ ഓഫ് ലൊക്കേഷൻ. അപ്പോൾ ഇത് ഫ്രീക്വൻ്റ് ആയിട്ട് നമുക്ക് അസംബിൾ ചെയ്യാനും ഡിസ്മാൻഡിൽ ചെയ്യാനും വേണ്ടി ഈ ടേപ്പർ പിൻസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ദേ ആർ യൂസ്ഡ് ടു ട്രാൻസ്മിറ്റ് സ്മോൾ ടോർക്ക്. അപ്പോൾ ഈ സ്മോൾ ടോർക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സ്ഥലങ്ങളിലും ഈ ടേപ്പർ പിൻസ് യൂസ് ചെയ്യാറുണ്ടെന്ന് ഓർക്കണം. അപ്പോൾ ഇതാണ് ഒരു അസംബ്ലി. അപ്പോൾ ഇതിന് ഈ ഷാഫ്റ്റ് ഇതിൻ്റെ അകത്ത് ഈ യോക്കിൽ കയറി കിടക്കുകയാണ്. ഓക്കെ, ഈ ഫോർക്കിൻ്റെ ഉള്ളിൽ ഈ ഷാഫ്റ്റ് ഈ ഗ്രൂവ് വഴിയിട്ടായിരിക്കും ഈ ഒരു സ്ലോട്ട് ഹോൾ കൊടുത്തിട്ടുണ്ട്, അതുവഴിയായിരിക്കും ഇതിനെ അസംബിൾ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഷാഫ്റ്റിനെ ഇത് ഊരിയാലും അതിന് വലിയ ഡിസ്റ്റർബൻസ് ഒന്നും ഉണ്ടാകത്തില്ല. ആ രീതിയിൽ പെട്ടെന്ന് അസംബിൾ ചെയ്യാനും ഡിസ്മാൻഡിൽ ചെയ്യാനും ഈ ടേപ്പർ പിൻസ് വെച്ച് നമുക്ക് സാധിക്കുമെന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ടേപ്പർ പിൻസ് എന്ന് പറയുന്നത് 3 ടൈപ്സ് ആണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ടേപ്പർ പിൻസ്. അപ്പോൾ ഫിഗർ ഒന്നും നമുക്ക് നോക്കണ്ട, ഈ കാര്യം മാത്രം നോട്ട് ചെയ്താൽ. ടൈപ്പ് A ഉണ്ട്, അതെന്ന് പറയുന്നത് ടേപ്പർ പിൻസ് വിത്ത് സർഫസ് ഫിനിഷ് ഓഫ് N6. ടൈപ്പ് B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേപ്പർ പിൻസ് വിത്ത് സർഫസ് ഫിനിഷ് ഓഫ് N7. ടൈപ്പ് C എന്ന് പറയുന്നത് സ്പ്ലിറ്റ് ടേപ്പർ പിന്നാണ്, അത് മാത്രം നോക്കിയാൽ മതി. ടൈപ്പ് C സ്പ്ലിറ്റ് ആണ്, സർഫസ് ഫിനിഷ് അവിടെ N7 ആണ്. അപ്പോൾ Aയിലും Bയിലും എന്ന് പറയുന്ന ടേപ്പർ പിൻസ് തന്നെ അവിടെ N6 N7 ആണ് ഡിഫറൻസ്. ടൈപ്പ് Cയിൽ വരുമ്പോൾ സ്പ്ലിറ്റ് ടേപ്പർ പിന്നാണ്, അതായത് ഇവിടെ ഒരു സ്പ്ലിറ്റിംഗ് ആണ്. ഓക്കെ, താഴത്തെ ഫിഗറിൽ കാണിക്കും. ഓൾ ടേപ്പർ പിൻസ് ഹാവ് എ ടേപ്പർ ഓഫ്, ഓക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടേപ്പർ പിന്നിന് 1/50 ആണ്, വിത്തിൻ എ ഡയമെൻഷണൽ ടോളറൻസ് ഓഫ് H10. അപ്പോൾ ഡയമെൻഷണൽ ടോളറൻസ് H10 ആണ്. അതിൻ്റെ ഫിനിഷിൻ്റെ സർഫസ് ഫിനിഷിൻ്റെ കാര്യം ഓരോന്നിലും നോട്ട് ചെയ്തേക്കുക. പിന്നെ അതിൻ്റെ ഫിഗറാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതാണ് ആ സ്പ്ലിറ്റ് ടൈപ്പ് പറഞ്ഞിരിക്കുന്നത്, C ടൈപ്പ് C. ഓക്കെ, നെക്സ്റ്റ് ഈ സ്പ്ലിറ്റ് ടേപ്പർ പിന്നിൻ്റെ കാര്യം. In the case of split taper pins, split end can be slightly open to ensure more positive locking. അപ്പോൾ ഇതെന്ന് പറയുന്ന ഒരു ഹോളിലേക്ക് ഇടാൻ നേരത്ത് മറ്റേതുപോലെയല്ല, ഇവിടെ കുറച്ചും കൂടെ ലോക്കിംഗ് ടെൻഡൻസി കാണിക്കും സ്പ്ലിറ്റ് ആയതുകൊണ്ട്. ഓക്കെ, പോസിറ്റീവ് ലോക്കിംഗ് ആയിരിക്കും. ടേപ്പർ പിൻസ് ആർ ഡെസിഗ്നേറ്റഡ് ബൈ നെയിം. ഇപ്പോൾ നേരത്തെ ഓരോന്ന് പറഞ്ഞായിരുന്നല്ലോ, ടൈപ്പ് A, B. അതുപോലെ തന്നെ ആദ്യമേ നെയിം പറയും, ടേപ്പർ പിൻ എന്നാണെന്നുള്ള കാര്യം പറയും. പിന്നെ ABC ഏത് ടൈപ്പാണെന്ന് പറയും. പിന്നെ നോമിനൽ ഡയമീറ്റർ പറയും, നോമിനൽ ലെങ്ത് പറയും. പിന്നെ അതിൻ്റെ സ്റ്റാൻഡേർഡ് പറയും, IS സ്റ്റാൻഡേർഡ്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇപ്പോൾ ഒരു ടേപ്പർ പിന്ന് ആ ടൈപ്പ് A ആണ്, അതിൻ്റെ നോമിനൽ ഡയമീറ്റർ 10 mm ആണ്, നോമിനൽ ലെങ്ത് എന്ന് പറയുന്നത് 50 ആണ്. അത് ഡെസിഗ്നേറ്റ് ചെയ്യുന്നത് ടേപ്പർ പിൻ A എന്ന് പറയുന്നത് ടൈപ്പാണ്. ഓക്കെ, 10 എന്ന് പറയുന്നത് അതിൻ്റെ ഡയമീറ്റർ ആണ്, 50 എന്ന് പറയുന്നത് അതിൻ്റെ ലെങ്ത് ആണ്, IS 6688 ആണ് അതിൻ്റെ IS സ്റ്റാൻഡേർഡ്. ഓക്കെ, നെക്സ്റ്റ്
അതുപോലെ തന്നെ സ്പ്ലിറ്റ് ടേപ്പർ പിന്നിൻ്റെ കാര്യം പറഞ്ഞിരിക്കുന്നത് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ മതി. IS സ്റ്റാൻഡേർഡ് സെയിം തന്നെയാണ്. സ്പ്ലിറ്റ് ടേപ്പർ പിൻ എന്ന് എഴുതും. ഓക്കെ. ദ നോമിനൽ ഡയമീറ്റർ ഇൻ ദ കേസ് ഓഫ് ടേപ്പർ പിൻസ് ഈസ് ദ ഡയമീറ്റർ അറ്റ് ദ സ്മോൾ എൻഡ് ഓഫ് ദ ടേപ്പർ. അപ്പോൾ ഇതിൻ്റെ നോമിനൽ ഡയമീറ്റർ എന്ന് പറയുന്നത് ആ ടേപ്പർ പിന്നിൻ്റെ സ്മോളർ ഡയമീറ്റർ ആയിരിക്കും. ഓക്കെ, സ്മോളർ എൻഡിലെ ഡയമീറ്റർ ആയിരിക്കും നോമിനൽ ഡയമീറ്റർ ഓഫ് ദ ടേപ്പർ പിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാര്യം നോട്ട് ചെയ്ത് വെച്ചേക്കുക. ലോക്കിംഗ് ദ പിൻസ് ആൻഡ് ത്രെഡഡ് ടേപ്പർ പിൻസ്, അതുപോലെ തന്നെ ത്രെഡഡ് ആയിട്ടുള്ള ടേപ്പർ പിൻസ് ഉണ്ട്. അതെന്ന് പറയുന്നത് ലോക്കിംഗ് ദ പിൻസ് ആൻഡ് പ്രിവെൻറ്റിംഗ് ലൂസനിങ് ഡ്യൂ ടു വൈബ്രേഷൻ മൂലം ഉണ്ടാകുന്ന ലൂസനിങ്ങിനെ തടയാനായിട്ട് ഈ ടേപ്പർ പിൻസ്, ത്രെഡഡ് ടേപ്പർ പിൻസ് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ അസിസ്റ്റിംഗ് ഇൻ ഡ്രോയിങ് ദ പിൻസ് ഔട്ട് ഓഫ് ദ ബ്ലൈൻഡ് ഹോൾസിൽ നിന്ന്, അതായത് ത്രൂ ഔട്ട് ഹോളില്ല, ഒരു നമ്മൾ കാണാത്തൊരു പരിധി വരെ അതിൻ്റെ ഹോളുള്ളൂ ആ പാർട്ടിൽ, അവിടെ നിന്ന് ഈ പിൻസിനെ ഡ്രോ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അസിസ്റ്റ് ചെയ്യാനായിട്ട് ഈ ത്രെഡഡ് ടേപ്പർ പിൻസ് യൂസ് ചെയ്യും. പിന്നെ ത്രെഡഡ് ടേപ്പർ പിൻസ് ഇന്റേണൽ ത്രെഡ്സ് ആർ ഓൾസോ അവൈലബിൾ. ഇതിൽ തന്നെ ഇന്റേണൽ ത്രെഡുള്ള ടേപ്പർ പിൻസും അവൈലബിൾ ആണ്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഗ്രൂഡ് പിൻസ് ആണ്. ഈ പിൻസിൽ സ്ലോട്ട്സ് കട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇതുപോലെ 3 സ്ലോട്ട്സ് ഈ പിൻസിൽ കട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. 3 സ്ലോട്ട്സ് റോൾഡ് ഓൺ ദ ഔട്ടർ സർഫസ്. ദ സൈഡ്സ് ഓഫ് ദ ഗ്രൂവ്സ് ഓർ സ്ലോട്ട്സ് ബൾജ് ഔട്ട്. അതെന്ന് പറയുന്നത് ഇതുപോലെ ബൾജ് ചെയ്തിരിക്കും. ഓക്കെ. ദ ഹോൾസ് ഇൻ വിച്ച് സ്ലോട്ട് പിൻസ് ആർ യൂസ്ഡ് ആർ നോട്ട് ഫിനിഷ്ഡ് ബൈ റീമിങ്. ഇതെന്ന് പറയുന്നത് റീം ചെയ്തിട്ടായിരിക്കത്തില്ല യൂസ് ചെയ്യുന്നത്. ഹോൾസ് ഇൻ വിച്ച് സ്ലോട്ടഡ് പിൻസ് ആർ യൂസ്ഡ് ആർ നോട്ട് ഫിനിഷ്ഡ് ബൈ റീമിങ്. ഗ്രൂഡ് പിൻസ് ആർ അവൈലബിൾ ഇൻ സ്ട്രൈറ്റ് പിൻസ്. ഈ ഗ്രൂഡ് പിൻസ് സ്ട്രൈറ്റ് പിൻസ് ആയിട്ട് അവൈലബിൾ ആണ്. ആൻഡ് ടേപ്പേർഡ് പിൻസ് അതുപോലെ തന്നെ ടേപ്പേർഡ് പിൻസ് ആയിട്ടും അവൈലബിൾ ആണ്. ഇതുപോലെ ടേപ്പേർഡ് പിൻസ് ആയിട്ടും അവൈലബിൾ ആണ്. ദീസ് ആർ യൂസ്ഡ് ഇൻ അസംബ്ലീസ് വിച്ച് ആർ നോട്ട് ഡിസ്മാൻഡിൽഡ് ഫ്രീക്വൻലി ആൻഡ് വെയർ ഹൈ ആക്യുറസി ഈസ് നോട്ട് റിക്വയർഡ്. അപ്പോൾ ഇത് പെട്ടെന്ന് ഡിസ്മാൻഡിൽ ചെയ്യുന്ന സ്ഥലങ്ങളിലല്ല നമ്മൾ ഈ പിൻസ് യൂസ് ചെയ്യുന്നതെന്ന് ഓർക്കണം. ഗ്രൂഡ് പിൻസ് അധികം ആക്യുറസി ഒന്നും വേണ്ടാത്ത സ്ഥലങ്ങളിലാണ് ഗ്രൂഡ് പിൻസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാനുള്ള 3 സ്ലോട്ട്സ് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സ്ലോട്ട്സ് എന്ന് പറയുന്നത് ബൾജ് ഔട്ട് ചെയ്ത് നിൽക്കും. പിന്നെ ഇതിൻ്റെ അകത്ത് സ്ട്രൈറ്റ് ആയിട്ടുള്ള പിൻസും ഉണ്ട്, അതുപോലെ തന്നെ ടേപ്പേർഡ് പിൻസും ഉണ്ട്. അപ്പോൾ ഡിസ്മാൻഡ്ലിങ് ഫ്രീക്വൻലി അല്ലാത്ത സ്ഥലങ്ങളിലാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഗ്രൂഡ് പിൻസ് വിത്ത് ഹെഡ് ആർ ഓൾസോ യൂസ്ഡ് ഇൻ അസംബ്ലി ഇൻവോൾവിങ് സ്മോൾ കമ്പോണൻസ്. ഓക്കെ. അപ്പോൾ ഈ ഗ്രൂഡ് പിൻസിൽ ചില സ്ഥലങ്ങളിൽ ഈ ഹെഡുള്ള ടൈപ്പ് നമ്മൾ ഈ അസംബ്ലി വർക്കിൽ യൂസ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സ്പ്രിംഗ് പിൻസ് ആണ്. സ്പ്രിംഗ് പിൻസ് ആർ യൂസ്ഡ് ഫോർ ലൊക്കേറ്റിംഗ് അസംബ്ലീസ് വിത്ത് വൈഡ് ടോളറൻസ് ഇൻ കറസ്പോണ്ടിങ് ഹോൾസ്. അപ്പോൾ ഈ സ്പ്രിംഗ് പിൻസ് എന്ന് പറയുന്നത് വൈഡ് ടോളറൻസ് ഉള്ള സ്ഥലങ്ങളിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് ഓർക്കണം. അതാണ് പോയിന്റ്. സ്പ്രിംഗ് പിൻസ് എവിടെയാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈഡ് ടോളറൻസ് ഉള്ള അസംബ്ലീസിലാണ് യൂസ് ചെയ്യുന്നത്. ദീസ് പിൻസ് ആർ മാനുഫാക്ചർഡ് ഫ്രം ഫ്ലാറ്റ് സ്റ്റീൽ ബാൻഡ് വെച്ചിട്ടാണ് മാനുഫാക്ചർ ചെയ്യുന്നത്. ആൻഡ് റോൾ ടു ഫോം എ സിലിണ്ടറിക്കൽ ഷേപ്പ്. എന്നിട്ട് റോളായിട്ട് ഫോം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പണ്ട് മറ്റേ ഈ ബീഡിയൊക്കെ തെറുക്കുന്ന കണ്ടിട്ടില്ലേ, അതുപോലെ ഇത് റോൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ദീസ് സ്പ്രിങ്സ് വിൽ സ്റ്റേ ടൈറ്റ് ഇൻ ദ ഫിറ്റിംഗ് ഹോൾ ബിക്കോസ് ഓഫ് ദ സ്പ്രിങ് ആക്ഷൻ. എന്നിട്ടെന്ന് പറയുന്നത് ഇത് ഇവിടെ ഇങ്ങനെ സ്ലോട്ട് കട്ട് ചെയ്ത പോലെ ആയിരിക്കും ഇരിക്കുന്നത്. അത് സ്പ്രിങ് ആക്ഷൻ മൂലം അതിൻ്റെ അത് ടൈറ്റ് ആയിട്ട് ഇരുന്നോളും. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പിൻസിൽ നിന്ന് അറിഞ്ഞിരിക്കേണ്ടത്. ഇനി ക്വാർട്ടർ ജോയിൻ്റ് ഉണ്ട്, അതിനെക്കുറിച്ച് നോക്കാനുണ്ട്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ക്വാർട്ടർ ജോയിനെ കുറിച്ചാണ്. ഓക്കെ. അപ്പം ഫിഗർ ഒന്നും കണ്ട് ആരും പേടിക്കണ്ട. ഈ കാണുന്നതാണ് ക്വാർട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ഈ കാണുന്നതാണ് ക്വാർട്ടർ എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് അറിയേണ്ടത് അതൊരു ഫ്ലാറ്റ് വെഡ്ജ് ഷേപ്ഡ് റെക്റ്റാങ്കുലർ ക്രോസ് സെക്ഷൻ ഉള്ളൊരു പീസാണ്. ഓക്കെ. അപ്പോൾ ഈ ക്വാർട്ടർ എന്ന് പറയുന്നത് ഫ്ലാറ്റ് വെഡ്ജ് ഷേപ്ഡ് പീസ് ഓഫ് റെക്റ്റാങ്കുലർ ക്രോസ് സെക്ഷനാണ്. അത് ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് മിക്കപ്പോഴും സ്റ്റീൽ വെച്ചായിരിക്കും. ഓക്കെ, മെയ്ഡ് ഓഫ് സ്റ്റീൽ. അപ്പം എൻ്റെ ഒപ്പം തന്നെ ജസ്റ്റ് അത് നോട്ട് ചെയ്ത് പോവുക. ഫ്ലാറ്റ് വെഡ്ജ് ഷേപ്ഡ് റെക്റ്റാങ്കുലർ ക്രോസ് സെക്ഷൻ ഉള്ള ഒരു സ്റ്റീൽ കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു പീസാണ് ഈ ക്വാർട്ടർ എന്ന് പറയുന്നത്. ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നതെന്നാണ് നെക്സ്റ്റ് നമുക്ക് അറിയേണ്ടത്. ഇതിപ്പോൾ 2 റോഡ്സ്, ഓക്കെ, കോ ആക്സിയൽ ആയിട്ടുള്ള, അതായത് ഒരേ ആക്സിസിലുള്ള, ഇപ്പം ഈ ഒരു ആക്സിസ്, ഇവിടെ ഒരു റോഡ്, ഇങ്ങനെ 2 റോഡ്സിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ക്വാർട്ടർ യൂസ് ചെയ്യുന്നതെന്ന് ഓർക്കുക. അവിടെ സബ്ജക്റ്റ് ചെയ്യുന്നത് കംപ്രസീവ് ആൻഡ് ടെൻസൈൽ സ്ട്രെസ് ആണെന്നും കൂടെ
ഒന്ന് നോട്ട് ചെയ്തേക്കുക. കാരണം ഇത് പഠിപ്പിക്കാൻ കാരണം നമുക്ക് KWM കൂടെ ഉണ്ട് അല്ലേ, ഇതിൻ്റെ കൂടെ കേരള വാട്ടർ അതോറിറ്റി ഉണ്ട്. അപ്പോൾ അതിൽ വരുന്ന ഒരു ജോയിൻ്റ് ആണ് ഈ സോക്കറ്റ് ആൻഡ് സ്പിഗറ്റ് ജോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് അവർ ചിലപ്പോൾ അതിൽ നിന്നും കൂടെ ക്വസ്റ്റ്യൻ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ പെടാതിരിക്കാൻ വേണ്ടിയാണ് ഈ പോയിന്റ് കൂടെ പറയാമെന്ന് വിചാരിച്ചത്. ഓക്കെ, ഇതെന്ന് പറയുന്നത് ഈ കോട്ടർ, ഇതാണ് നമ്മുടെ കോട്ടർ. ഇതെങ്ങനെയാണ് ജോയിൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സോക്കറ്റ് എൻഡ്, ഇതിലേക്ക് നമ്മുടെ ഈ സ്പിഗറ്റ് എൻ്റെ അടുത്ത് ഇങ്ങോട്ട് കയറ്റി വെക്കും. ഓക്കെ, ഇങ്ങനെ ഒരു പീസ്, ഇതാണ് നമ്മുടെ സോക്കറ്റ് എൻഡ്. ഇതെന്ന് പറയുന്നത് സ്പിഗറ്റ് എൻഡ്. ഇത് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെച്ചിട്ട് ഇത് രണ്ടിലും സ്ലോട്ട് കട്ട് ചെയ്യും. ഇതേപോലെ സ്ലോട്ട് കട്ട് ചെയ്തിട്ട് ആ സ്ലോട്ടിലേക്ക് ഈ കോട്ടർ ഇറക്കി വെക്കുന്നതാണ് ഈ സോക്കറ്റ് ആൻഡ് സ്പിഗറ്റ് അല്ലെങ്കിൽ സ്പൈഗട്ട് ജോയിൻ്റ് എന്ന് പറയുന്നത്. അതൊരു കോട്ടർ ജോയിൻറ്റിന് ഉദാഹരണമാണ്. ജസ്റ്റ് ഇപ്പോൾ അത്ര അറിയുക. അതിൽ നമുക്ക് കോട്ടറിനെ കുറിച്ച് പഠിക്കാനുള്ളത് കോട്ടറിൽ കൊടുത്തിരിക്കുന്ന ടേപ്പറിനെ കുറിച്ചാണ്. അത് 1/48 to 1/24 ആണ്. വിഡ്ത്ത് വൈസ് ആണത് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, വിഡ്ത്തിലാണ് കൊടുത്തിരിക്കുന്നത്, തിക്നെസ്സിലല്ല. 1/48 to 1/24 ആണ് കോട്ടറിൻ്റെ ടേപ്പറിങ് വിഡ്ത്ത്. പിന്നെ ഈ കോട്ടർ എന്ന് പറയുന്നത് ഇൻസെർട്ട് ചെയ്യുന്നത് എപ്പോഴും ഈ രണ്ട് റോഡ്സിനിടക്ക് 90 ഡിഗ്രി ആയിട്ടായിരിക്കും. ഓക്കെ, ആക്സിസിന് 90 ഡിഗ്രി ആയിട്ടായിരിക്കും ഈ കോട്ടർ ഇൻസെർട്ട് ചെയ്യുന്നത്. പിന്നെ ഈ കോട്ടറിന് ഇതേപോലെ ബിയറിംഗ് എഡ്ജസ് കാണും. ഓക്കെ, ഈ ബിയറിംഗ് എഡ്ജസും പിന്നെ ഇതിൽ കട്ട് ചെയ്തിരിക്കുന്ന സ്ലോട്ടും സെമി സർക്കുലർ ആയിരിക്കും. സെമി സർക്കുലർ. ഓക്കെ, പിന്നെ ഇതിൻ്റെ ആപ്ലിക്കേഷൻ എവിടെയൊക്കെയാണ് വരുന്നതെന്നും കൂടെ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചേക്കണം. ഞാനത് എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷേ ഹാൻഡ് റൈറ്റിങ് അത്ര പോരാ. ഞാൻ ഗ്രൂപ്പിലത് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് തരാം. അപ്പോൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നത് ഒന്ന് സ്റ്റീം എഞ്ചിനിലാണ്. കോട്ടർ ജോയിൻറ്റിൻ്റെ ആപ്ലിക്കേഷനാണ്. ഈ കോട്ടറിൻ്റെ ആപ്ലിക്കേഷനാണ് വരുന്നത് സ്റ്റീം എഞ്ചിനിൽ. പിന്നെ ഈ ബൈസൈക്കിളിൽ ഫ്രീ വീല് കണക്ട് ചെയ്യാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ ഈ കോട്ടർ നമ്മൾ യൂസ് ചെയ്യും. അതായത് ഒരു ആപ്പ്, ഇപ്പോൾ നമ്മൾ ആപ്പ് വെക്കുന്ന കണ്ടിട്ടില്ല, അതിനാണ് ഈ കോട്ടർ എന്ന് പറയുന്നത്. പിന്നെ എയർ പമ്പിൽ യൂസ് ചെയ്യും, ഓട്ടോമൊബൈൽ എൻജിൻസിൽ, ഫ്ലൈ വീലിൽ, അവിടങ്ങളിലൊക്കെയാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നത്. പിന്നെ ഇതിൻ്റെ ഓരോ ടൈപ്പിൽ വരുന്നതാണ്, ഈ കോട്ടർ ജോയിൻറ്റിൻ്റെ ഓരോ ടൈപ്പിൽ വരുന്നതാണ് ഈ ഫസ്റ്റ് വണ്ണാണ് സോക്കറ്റ് ആൻഡ് സ്പിഗറ്റ് ജോയിൻ്റ് എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് റിജിഡ് ആയിട്ടുള്ള ജോയിൻ്റ് ആണ് ഈ കോട്ടർ ജോയിൻ്റ് എന്ന് പറയുന്നത്. പിന്നെ ആക്സിയൽ ആയിട്ടുള്ള മൂവ്മെൻ്റ് ഒന്നും ഇത് കൊടുക്കത്തില്ല. ആക്സിയൽ ആയിട്ടുള്ള മിസ്അലൈൻമെൻ്റ് ഒന്നും ഇത് പെർമിറ്റ് ചെയ്യില്ല. അതായത് രണ്ടും ഒരേ ലൈനിലായിരിക്കണം, എങ്കിൽ മാത്രമേ ഇവിടെ ജോയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ ഈ കോട്ടർ വെച്ച്. ഓക്കെ, മെക്കാനിക്കൽ എക്സാംസിനൊക്കെ പലപ്പോഴും ചോദിക്കാറുള്ളൊരു ഏരിയ ആണിത്. ഇപ്പം ആരും പേരെങ്കിലും ഓർത്ത് വെച്ചേക്കണം. കോട്ടറിൻ്റെ ടൈപ്സിൽ വരുന്നതാണ്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ സോക്കറ്റ് ആൻഡ് സ്പിഗട്ട്. അപ്പം ഇത് ജോയിൻ ചെയ്തതിന് ശേഷം ഇതുപോലെ ഇരിക്കും. ഇതായിരിക്കും നമ്മുടെ സോക്കറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതെന്ന് പറയുന്നത് സ്പിഗട്ട് എൻഡാണ്. ഇത് ഹോളോ ആയിട്ടുള്ളൊരു ഏരിയ ആയിരിക്കും, ഫീമെയിൽ പോർഷൻ. സ്പിഗട്ട് എന്ന് പറയുന്നത് മെയിൽ എൻഡാണ്. ഇതായിരിക്കും നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെക്കുന്നത്. ഇതിൻ്റെ രണ്ടിലും സ്ലോട്ട് കാണും. ആ സ്ലോട്ടിലേക്കായിരിക്കും ഈ കോട്ടർ കയറ്റുന്നത്. ഓക്കെ, പിന്നെ ഈ സോക്കറ്റ് ആൻഡ് സ്പിഗട്ട് ഇത് പറയാൻ കാരണം, സോക്കറ്റ് ആൻഡ് സ്പിഗട്ട് വാട്ടർ അതോറിറ്റിയിലുള്ളതുകൊണ്ട് പൈപ്പ് കണക്ഷൻസിൻ്റെ എൻഡ്. ഓക്കെ, പൈപ്പ് കണക്ഷൻസിലൊക്കെ ഈ സോക്കറ്റ് ആൻഡ് സ്പിഗട്ട് ജോയിൻ്റ് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ആ കാര്യം ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചേക്കണം. പിന്നെ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സ്ലീവ് ആൻഡ് കോട്ടർ ജോയിൻ്റ് ആണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ഈ കാണുന്ന രണ്ട് റോഡില്ലേ, ഇത് രണ്ട് ഷാഫ്റ്റാണ്, ഇങ്ങനെ രണ്ട് ഷാഫ്റ്റ്. ഓക്കെ, അതിൻ്റെ പുറത്തായിട്ട് ഇത് ഹോളോ ആയിട്ടുള്ളൊരു ഷീറ്റ് വെച്ചിട്ട് കവർ ചെയ്ത്. ഓക്കെ, രണ്ടും എൻഡ് ടു എൻഡ് ആയിരിക്കും, മറ്റേ ബട്ടുകളുടെ പോലെ എൻഡ് ടു എൻഡ് ആയിരിക്കും ജോയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിനുശേഷം ഇവിടെ രണ്ട് സ്ലോട്ട് കട്ട് ചെയ്യും. എന്നിട്ട് രണ്ട് വെഡ്ജ് ഷേപ്ഡ് കോട്ടേഴ്സ് ഇതിലേക്ക് ഇറക്കി വെക്കും. ഇതിന് പറയുന്ന പേര് സ്ലീവ് ആൻഡ് കോട്ടർ ജോയിൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ കോട്ടറിനെ കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ കരുതി അപ്പോൾ ഇതിൻ്റെ പേര് പഠിക്കാതെ പോരുത്. സ്ലീവ് ആൻഡ് കോട്ടർ ജോയിൻ്റ്. ഓക്കെ, ഇതാണ് സ്ലീവ്, ഇത് കോട്ടർ. ഇതിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആപ്ലിക്കേഷനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. അപ്പോൾ ജസ്റ്റ് സ്ലീവ് ആൻഡ് കോട്ടർ ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഇതാണെന്ന് മനസ്സിലാക്കുക. ഇത് ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കോആക്സിയൽ റോഡ്സ് കാണും. ഓക്കെ, രണ്ട് കോട്ടർ കാണും ഇതിനെ കണക്ട് ചെയ്യാൻ, പിന്നെ ഒരു സ്ലീവ് കാണുമെന്നും കൂടെ ഓർക്കുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ജിബ് കീ പഠിച്ചായിരുന്നു.
ഇതാണ് ഈ ജിബ്, ഇത് ക്വാർട്ടർ. അപ്പോൾ ഇതിനെ പറയുന്ന പേരാണ് ജിബ് ആൻഡ് ക്വാർട്ടർ ജോയിൻ. ഇതെന്ന് പറയുന്നത് റെക്റ്റാങ്കിൾ ആയിട്ടുള്ള റെക്റ്റാങ്കിൾ ആയിട്ടുള്ള രണ്ട് കോആക്സിയൽ ആയിട്ടുള്ള റോഡ്സിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നത് നമ്മുടെ കണക്റ്റിംഗ് റോഡിൻ്റെ ബിഗ് എൻഡിലാണ്. അതായത് ഇവിടെ എന്ന് പറയുന്നത് ഇതുപോലെ ഇങ്ങനെ ഹോളോ ആയിട്ടുള്ള ഒരു പീസ് കാണും. ഇവിടെ ഒരു സോളിഡ് ആയിട്ടുള്ള ഒരു പീസ് കാണും. അതിനിടക്ക് ഇവിടെ ഇങ്ങനെ സ്ലോട്ട് കട്ട് ചെയ്തിട്ടുണ്ട്, ഇവിടെയും സ്ലോട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആദ്യമേ ഈ ജിബ് ഹെഡ് കീ ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പം ഒരു സൈഡിലാണ് ജിബ് ഹെഡ് കീ പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ ആ സൈഡിൽ മാത്രം ടേപ്പർ കൊടുക്കും. ഇപ്പോൾ രണ്ട് സൈഡിലും ജിബ് ഹെഡ് കീ കൊടുത്തു കഴിഞ്ഞാൽ ബോത്ത് സൈഡിലും ക്വാർട്ടറിന് ടേപ്പർ കൊടുക്കുമെന്നും കൂടി ഓർത്തിരിക്കുക. അപ്പോൾ ഇതിൻ്റെ ജിബ് ആൻഡ് ക്വാർട്ടർ ജോയിൻ എന്നാണ് ഇതിന് പറയുന്നത്. ഇതെവിടെ യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ബിഗ് എൻഡ് ഓഫ് കണക്റ്റിംഗ് റോഡാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മൾ പിന്നിനെ കുറിച്ച് പഠിച്ചായിരുന്നു. അപ്പോൾ അതിനകത്ത് സിലിണ്ടറിക്കൽ പിന്ന് പഠിച്ചായിരുന്നു. അവിടെ വരുന്നൊരു ജോയിൻ്റാണ്, പിൻ ജോയിൻറ്റിൽ വരുന്നതാണ് ഈ നക്കിൾ ജോയിൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നക്കിൾ ജോയിൻറ്റ്. അതിന് പറയാൻ കാരണം ഈ സിലിണ്ടറിക്കൽ പിന്നിനെ പറയുന്ന പേര് നക്കിൾ എന്നാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഒരു ഐ എൻഡ് കാണും. ഓക്കെ, ഇതെന്ന് പറയുന്നത് 1 ഐ എൻഡ്, ഇതെന്ന് പറയുന്നത് 2 ഐ എൻഡ്. ഓക്കെ, ഇതിനെ പറയുന്ന പേര് 2 ഐ എൻഡ് അല്ലെങ്കിൽ ഫോർക്ക് എൻഡ് എന്നായിരിക്കും ഇതിനെ പറയുന്നത്. ഫോർക്ക് എൻഡ് എന്ന് പറയും. ഇതിലേക്ക് ഈ 1 ഐ എൻഡ് കയറ്റി വെച്ചിട്ട് ഈ ഹോളിലേക്ക് ഇതിനെ തമ്മിൽ കണക്ട് ചെയ്തിട്ട് ഈ കോളർ താഴത്തുനിന്ന് ഇതിനെ ലോക്ക് ചെയ്യും. എന്നിട്ട് ഒരു പിന്നും കൂടെ വെച്ചിട്ട് ഇതിൻ്റെ അകത്തൊരു പിന്ന് കയറാനുള്ള ഒരു ഹോൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയായിരിക്കും ഇവിടെ ലോക്ക് ചെയ്യുന്നത്. ഇതെവിടെയാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്സിസ്, നേരത്തെ പറഞ്ഞത് കോആക്സിയൽ ആയിരിക്കണമെന്ന് പറഞ്ഞു ആദ്യം പഠിപ്പിച്ച 3 ജോയിൻറ്റ്, ക്വാർട്ടർ ജോയിൻറ്റ്. പിൻ ജോയിൻ്റ് എന്ന് പറയുന്നത് സ്ലൈറ്റ് മിസ്അലൈൻമെൻറ്റ് ഉണ്ടെങ്കിലും ഈ ആക്സിസ് ഇൻ്റർസെക്റ്റിംഗ് ആണെങ്കിലും ഇതിൽ കുഴപ്പമില്ല. ഓക്കെ, ഇൻ്റർസെക്റ്റിംഗ് ആക്സിസ് ആണെങ്കിൽ ഇതിൻ്റെ അകത്ത് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നക്കിൾ ജോയിൻറ്റിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത്. അതിൻ്റെ അകത്ത് ആംഗുലാർ മൂവ്മെൻറ്റ് പെർമിറ്റ് ചെയ്യുന്നു, പിന്നെ ടെൻസൈൽ ആൻഡ് കംപ്രസീവ് ലോഡ് ഇവിടെ എടുക്കുമെന്ന് ഓർക്കുക. കൂടുതലും ടെൻസൈലായിരിക്കും ലോഡ് എടുക്കുന്നതെന്നും കൂടെ ഓർക്കുക. അപ്പോൾ ഇത് കണ്ടാലും പേടിക്കണ്ട, ജസ്റ്റ് ഈ പേരെങ്കിലും നിങ്ങൾ ഓർത്ത് വെക്കുക. ക്വാർട്ടർ ജോയിൻറ്റിൽ പെടുന്നതാണ് ആദ്യം പഠിപ്പിച്ച 3 ഇത് ജിബ് ആൻഡ് ക്വാർട്ടർ ജോയിൻ്റ് ആണെന്നും, ലാസ്റ്റ് വൺ നമ്മൾ പഠിച്ചത് പിൻ ജോയിൻ്റ് ആണ്, അതിനെ പറയുന്ന പേര് നക്കിൾ ജോയിൻ്റ് ആണെന്നും പഠിച്ചു വെക്കുക. ഓക്കെ, ഇത് സ്ലീവ് ആൻഡ് ക്വാർട്ടർ ജോയിൻറ്റ്, നമ്മൾ ആദ്യം പഠിച്ച സോക്കറ്റ് ആൻഡ് സ്പൈഗോട്ട് ജോയിൻറ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. എല്ലാവരും ജസ്റ്റ് ആ കാര്യങ്ങളൊന്ന് നോക്കുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.